ഹായ് ഫ്രണ്ട്സ്, സെൽഫ് സ്റ്റഡി PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ഒരു സോറി പറയുകയാണ്. കാരണം ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ വീഡിയോസും ക്ലാസ്സുകളും ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പിറകെ ആയതുകൊണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. അപ്പോൾ അതിൻ്റെ കുറേ എക്സൈറ്റ്മെൻറ്റ്, ടെൻഷൻ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുള്ളത് കൊണ്ട് ക്ലാസ്സുകളൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. എന്നിരുന്നാൽ കൂടി ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഒന്ന് വോയിസ് കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത താമസമേ ഉണ്ടായിരുന്നുള്ളൂ. ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു കടയുടെ ഉദ്ഘാടനം. അന്നത്തെ തിരക്കിലും ടെൻഷനിലുമൊക്കെ വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കാൻ പോലും സാധിച്ചില്ല. ഒരുപാട് പേരെ എന്നെ അന്വേഷിച്ചു. അവർക്കൊക്കെ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് കൊടുത്തിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സെൽഫ് സ്റ്റഡി PSC. ഐ എം രാധിക മണിയൻ. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോർ. 2024 ജനുവരിയിൽ ഇന്ത്യ പരീക്ഷിച്ച മിസൈൽ ആകാശിൻ്റെ ദൂരപരിധി 80 കിലോമീറ്റർ. ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി യോഷിമി യമാഷി. മത്സരം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയും ലോകബാങ്ക് സഹായത്തോടെ നടപ്പാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതി കേര. കുമാരനാശാൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. സംവിധായകൻ KP കുമാരൻ. അടുത്തിടെ 2500 വർഷം പഴക്കമുള്ള നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം ആമസോൺ കാടുകൾ. 2024 ജനുവരിയിൽ ഗവേഷകർ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം കണ്ടെത്തിയത് ന്യൂയോർക്ക് കെയ്റോ പ്രദേശത്ത്. മലേഷ്യൻ ഓപ്പൺ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം സത്വിക് ചിരാഗ് സഖ്യം. 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി തോന്നയ്ക്കൽ ബയോലൈഫ് സയൻസ് പാർക്ക്. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി ഉഗാണ്ട കമ്പാല. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേനയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സർവശക്തി. ജനുവരി 15 കരസേനാ ദിനം. 2024 76ാമത് കരസേനാ ദിനാഘോഷ വേദി ലക്നൗ. കരസേനാ മേധാവി മനോജ് പാണ്ഡെ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് കടുവ റിസർവ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ലഡാക്ക് ഹാൻലെ. ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണെങ്കിൽ പെഞ്ച് കടുവ റിസർവ് മഹാരാഷ്ട്രയും, ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രമാണെങ്കിൽ ലഡാക്ക് ഹാൻലെയുമാണ്. 2023-24 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. നിലവിലെ ചാമ്പ്യൻ കർണാടക. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ T20 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരം രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ T20 മത്സരങ്ങൾ കളിച്ച ആദ്യ താരം ഹർമൻ പ്രീത് കൗർ. ആദ്യ പുരുഷ താരം രോഹിത് ശർമ്മയും ആദ്യ താരം ഹർമൻ പ്രീത് കൗറും ആണ്. ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം. 2024 ബ്രിക്സ് അധ്യക്ഷ പദവി റഷ്യ. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ 10. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. 2024 ജനുവരിയിൽ അന്തരിച്ച സംഗീത സംവിധായകൻ KJ ജോയ്. 2023-2024 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ്.
നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് 2022-23 ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം. 2023 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി തമിഴ്നാട്. ഭാഗ്യചിഹ്നം വീരമാങ്കൈ. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സാറ, ചെക്ക് റിപ്പബ്ലിക്, 4 വയസ്സാണ്. സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസഡറായി നിയമിച്ചത് റാഫേൽ നദാൽ. 2024 ജനുവരിയിൽ ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഒന്നാമതെത്തിയ താരം ആർ പ്രജ്ഞാനന്ദ. ഫിഡെ ചെസ് റേറ്റിംഗിലും വിശ്വനാഥൻ ആനന്ദിനെ പിറകിലാക്കി. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ സൂ റെഡ്ഫേൺ, ഇംഗ്ലണ്ട്. ചാർജിങ്ങോ അറ്റകുറ്റപ്പണികളോ ഇല്ലാതെ 50 വർഷം പ്രവർത്തിക്കാവുന്ന ന്യൂക്ലിയർ ബാറ്ററി നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് ബീറ്റ വോൾട്ട്, ചൈന. 2024 ജനുവരിയിൽ ബെലാൽ ചുഴലിക്കാറ്റ് വീശിയത് മൗറീഷ്യസ്. അമേരിക്കയ്ക്ക് പുറത്ത് ബോയിങ്ങിൻ്റെ വിമാന കമ്പനിയുടെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ബംഗളൂരു. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ മന്ത്രി എസ് ഈശ്വരൻ. സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒരുമ. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി തമിഴ്നാട്. തമിഴ്നാട്ടിലെ 4 നഗരങ്ങളിലായിട്ടാണ് മത്സരം. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക. 16 ടീമുകൾ. നിലവിലെ ചാമ്പ്യൻ ഇന്ത്യ. അണ്ടർ-19 ലോകകപ്പിൽ കൂടുതൽ കിരീടം നേടിയ രാജ്യവും ഇന്ത്യയാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ ഉദയ് സഹാറൻ. ചേരിചേരാ സംഘടനയുടെ 19ാമത് ഉച്ചകോടി കമ്പാല, ഉഗാണ്ട. 18ാമത് ഉച്ചകോടി ബാക്കു, അസർബൈജാൻ. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ഏകാരോഗ്യ പദ്ധതി. ലോകബാങ്കുമായി സഹകരിച്ചാണ് പദ്ധതി. രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച AI അധിഷ്ഠിത പ്രോസസ്സർ കൈരളി. ഇന്ത്യ ആദ്യമായി വേദിയാകുന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് വേദി തിരുവനന്തപുരം. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതം ആക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതി സേഫ് റോഡ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന 5ാമത് രാജ്യം ജപ്പാൻ. ജപ്പാൻ്റെ ചാന്ദ്രദൗത്യം മൂൺ സ്നിപ്പർ. രഞ്ജി ട്രോഫി കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം രോഹൻ പ്രേം. രാജ്യത്തെ റംസാർ സൈറ്റുകളുടെ അതുല്യമായ സംരക്ഷണ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി അമൃത് ധരോഹർ പദ്ധതി. പദ്ധതി ആരംഭിച്ചത് 2023 ജൂണിലാണ്. നിലവിലെ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 75 ആണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഹെവിഷ്യൂവർ. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോഫാർമ കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചത്. 2024 ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാൻ. 2024 ജനുവരിയിൽ 11 പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗർ, ഗുജറാത്ത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പാണ് രാജ്യത്ത് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം ആരംഭിക്കുന്നത്. 2ാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് മലപ്പുറം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ മുഖ്യ സ്പോൺസർ ടാറ്റ ഗ്രൂപ്പ്.
കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതി ഖാദർ കമ്മിറ്റി. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ 2023 ഡിസംബറിൽ അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കിയിരുന്നു. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടി കെ-വാക്ക്. ജനുവരി 23 പരാക്രം ദിവസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം. 2024 നവംബർ 1 രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറുന്നത് കേരളം. ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് മേൽക്കൂരയിൽ സൗരോർജ്ജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ പദ്ധതി പ്രധാനമന്ത്രി സൂര്യോദയ യോജന. കോവിഡിനേക്കാൾ മാരകമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയ മഹാമാരി ഡിസീസ് എക്സ്. 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ബ്രിട്ടൻ. ജനുവരി 24 ദേശീയ ബാലികാ ദിനം. ആദ്യമായി ആചരിച്ചത് 2008 മുതൽ ആണ്. 2024 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് കർപ്പൂരി താക്കൂർ. ലോകത്തെ 4ാമത്തെ ഓഹരി വിപണിയായി മാറിയത് ഇന്ത്യ. BCCIയുടെ 2019-20 വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാളി KN അനന്തപത്മനാഭൻ. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. 2024 പ്രമേയം വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ 14454. സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട്, തിരുവനന്തപുരം. ഇന്ത്യയിൽ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി സ്ഥാപിക്കുന്നത് ഒഡീഷ. സിമിലിപാൽ ടൈഗർ റിസർവിന് സമീപം മെലാനിസ്റ്റിക് കടുവകളെ നിലവിൽ കാണപ്പെടുന്നത് സിമിലിപാൽ ടൈഗർ റിസർവിലാണ്.